ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ ബി.ജെ.പി. നിയമസഭയിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോൾ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി മിണ്ടുന്നില്ലെന്ന് ബി ഗോപകുമാർ എം.എൽ.എ. പറഞ്ഞു. കാലാകാലങ്ങളായി ഇരുമുന്നണികളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ലെന്നും ബി ഗോപകുമാർ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്തും ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യം, ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷെ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ ഉന്നയിക്കപ്പെട്ടത്, അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് ഒരു വാചകം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാലാകാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം ഇവിടെയും കാണിക്കുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ അസാധാരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഒരേ പദവിക്ക് വേണ്ടി CPM-ഉം CPI-യും ശാഠ്യപിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നപരിഹാരത്തിന് CPM CPI സെക്രട്ടറിമാർ നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. മുന്നണിയുടെ ഐക്യത്തിന് CPI നൽകുന്ന പ്രാധാന്യം CPM-ഉം നൽകണമെന്ന് ഓർമ്മിപ്പിച്ചാണ് ബിനോയ് വിശ്വം AKG സെന്റർ വിട്ടത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം അസാധാരണ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി സൃഷ്ടിക്കുന്നത്. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം CPI പരസ്യമായി ഉന്നയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്, പ്രശ്നങ്ങളുടെ തുടക്കമായത്. അതിനുശേഷം ആ ആവശ്യം ഉന്നയിച്ച CPI സംസ്ഥാന സെക്രട്ടറി CPM നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു കാരണവശാലും ഉപനേതാവ് പദവി വിട്ടു നൽകാൻ കഴിയില്ല നിലപാട് CPM ആവർത്തിച്ചു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറി കീഴ്വഴക്കങ്ങൾ മാറ്റാൻ കഴിയില്ല, 2011 മുതൽ CPM-ആണ് ആ പദവി കൈവശം വയ്ക്കുന്നത്, ഇത്തവണയും അത് വേണമെന്ന നിലപാട് ആവർത്തിച്ചു. അതോടുകൂടിയാണ് CPI-യിൽ പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുമേൽ സമ്മർദ്ദമേറിയത്. അദ്ദേഹം മുന്നണിയിൽ ധാരണയാകും മുമ്പ് തന്നെ പരസ്യമായി ആ ആവശ്യം മാധ്യമങ്ങളുടെ മുന്നോട്ട് വച്ചത് ശരിയായില്ലെന്ന അഭിപ്രായം CPI-യിലും ഉയർന്നു. അതോടുകൂടി പ്രശ്നപരിഹാരത്തിന് ബിനോയ് വിശ്വം നേരിട്ട് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹം ഇന്ന് AKG സെന്ററിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല, എന്തുകൊണ്ട് അത് കഴിയില്ല നിലപാട് ബിനോയ് വിശ്വം ആവർത്തിച്ചു. എന്തുകൊണ്ട് വിട്ടു നൽകാനാകില്ല, ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകാനാകില്ല എന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിന് വേണ്ടി CPM കണ്ടുവച്ച പദവിയാണത്. മാത്രമല്ല പിണറായി വിജയൻ ഒരു ഫുൾ ടൈമിൽ പ്രതിപക്ഷ നേതാവായി തുടരില്ല. അങ്ങനെയെങ്കിൽ ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം, അദ്ദേഹത്തിനെ അവിടേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പദവി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പദവി വിട്ടു നൽകാനാകില്ലെന്ന ഉറച്ച നിലപാട് ബിനോയ് വിശ്വത്തെ MV ഗോവിന്ദൻ അറിയിച്ചു. അതോടുകൂടിയാണ് ചർച്ച വഴിമുട്ടിയത്. പുറത്തിറങ്ങിയ ചർച്ചയ്ക്ക് ശേഷം AKG സെന്റർ പുറത്തിറങ്ങിയ ബിനോയ് വിശ്വം ചർച്ച പരാജയമെന്ന് തുറന്നു പറഞ്ഞു. മാത്രമല്ല രണ്ട് പാർട്ടികളും ഒരുമിച്ച് പോകണം, ആ ഐക്യമുണ്ടാകണം മുന്നണിയിൽ. അതിന് CPI എടുക്കുന്ന എഫർട്ട്, CPI എടുക്കുന്ന പരിശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് സ്വരത്തിലുള്ള ഒരു മറുപടി നൽകിയാണ് AKG സെന്ററിൽ നിന്ന് ബിനോയ് വിശ്വം MN സ്മാരകത്തിലേക്ക് പോയത്. ഞങ്ങൾ സംസാരിച്ചു. സംസാരം എല്ലായ്പ്പോഴത്തെയും പോലെ സൗഹാർദ്ദപരമായിരുന്നു. CPI നിലപാടിലും CPM നിലപാടിൽ നിൽക്കുന്നു, മാറ്റമൊന്നുമില്ല. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. അല്ലേ, പരിഹാരം ഉണ്ടാകുമല്ലോ എല്ലാത്തിനും. നമുക്ക് നോക്കാം. നാളെ CPI-യുടെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും, ഈ വിഷയം ചർച്ച ചെയ്യും. ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ CPM-ൽ നിന്നുള്ള അവഗണന സഹിച്ച് മുന്നോട്ട് പോകുമെന്ന ചോദ്യം നേരത്തെ CPI നേതൃത്വത്തോട് അണികൾ പാർട്ടി നേതാക്കളൊക്കെ ചോദിക്കുന്നതാണ്. നാളെ ഈ വിഷയം ചർച്ചയാകും. ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് മുന്നണിയിൽ ധാരണയാകും മുമ്പ് തന്നെ പരസ്യമായ ആവശ്യം മുന്നോട്ട് വച്ചതിനാണ്. പക്ഷേ ഇപ്പോഴത്തെ മുന്നണി ദുർബലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന അഭിപ്രായമുള്ളവർ കൂടിയുണ്ട്. ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നിയമസഭയിലടക്കം പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്നത് കൂടിയാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച പാടില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ അത്ര കടുത്ത നിലപാടെടുത്താൽ മുന്നണി കൂടുതൽ ദുർബലമാകില്ലെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധി മുന്നണിക്ക് മുന്നിലുണ്ട്. ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. 19-ാം തീയതി ബജറ്റാണ്. അതിനു മുമ്പെങ്കിലും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരം അകലെയാണ്. രണ്ട് കൂട്ടർക്കും ഒരു ഒത്തുതീർപ്പിനുള്ള മനസ്സില്ല, രണ്ട് കൂട്ടർക്കും ഒത്തുതീർപ്പിനുള്ള പോംവഴികളും മുന്നിലില്ല.
ഡൽഹിയിൽ ഹോട്ടലിൽ തീപിടിച്ച് 20 മരണം. മാളവ്യ നഗറിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. മരിച്ചവരിൽ വിദേശികളും ഉൾപ്പെടുമെന്നാണ് വിവരം. പലരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. തീപിടിച്ച കെട്ടിടത്തിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് സംശയമുള്ളത്. കെട്ടിടത്തിൽ നിന്ന് 37 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിതിൻ മോഹൻ ചെയ്യുന്ന നിതിൻ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, രാവിലെ 8:50 ഡൽഹിയിലെ ലെമൺ ഗ്രീൻ എന്ന റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏകദേശം 40 പേരോളം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 37 പേരോളം പുറത്തെത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ 21 പേർ മരിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനധികൃതമായിട്ടാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 6 റൂമുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 25 റൂമുകൾ അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ പക്ഷേ 6 റൂമുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10ഓളം ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇതിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ വിദേശികളുമുണ്ട്. സൗത്ത് ആഫ്രിക്കക്കാരായിട്ടുള്ള നിരവധി വിദേശികളും അതിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഡൽഹിയിൽ ചികിത്സയ്ക്കായി എത്തിയതെന്നാണ് മറ്റൊരു വിവരം. ഇതിൽ വളരെ സങ്കടകരമായിട്ടൊരു സങ്കടകരമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ശ്വാസം മുട്ടിയാണ്, പുറത്തിറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടിയാണ് അവരുടെ ജീവൻ പോയത്. നിതിനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 21 മരണം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ തീപിടുത്തമുണ്ടായ ഹോട്ടലിനുള്ളിൽ ആരെങ്കിലും കൂടുതലായി കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ചികിത്സയ്ക്കായി മറ്റും എത്തിയ നിരവധി ആളുകൾ, വിദേശികളടക്കമുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ രാജ്യക്കാരാണ് എന്ന കാര്യത്തിലും മറ്റും കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. മാളവ്യ നഗർ എന്ന് പറഞ്ഞാൽ അവിടെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ സംഭവം നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. നിർണായകമായ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം അവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുകച്ചുരുളുകൾ ഉയരുന്നു, കറുത്ത പുകച്ചുരുൾ ഉയരുന്നു. നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ അനുമതിയില്ലാത്ത നിരവധി കെട്ടിടങ്ങൾ, സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കാനുള്ള നിരവധി കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ദാരുണമായ സംഭവം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഡൽഹിയിലാണ് എന്നുള്ളതാണ്. ഡൽഹിയിലെ 10 ഫയർഫോഴ്സ് സംഘങ്ങൾ മണിക്കൂറുകളോളം ശ്രമിച്ചാണ് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 11 പേർ ഇപ്പോൾ പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്. ബുധനാഴ്ച ഇന്ന് രാവിലെ ആണ് ഈ സംഭവം ഉണ്ടായത്. തീജ്വാലകളും കനത്ത പുകയും മറ്റും ഉയർന്നു. രാവിലെ 8:50 എന്ന് മനസ്സിലാക്കുന്നു. और बड़ी बेटी की उनकी एज एंजल की एज है उनकी अराउंड 20 ईयर। छोटी बेटी की एज है। मैक्स हॉस्पिटल में क्या बताया, कितने लोग यहाँ पे आए? मैक्स में तो 3-4 लोग बताए जो है, बॉडी हमें दिखा दी है। बाकी कुछ नहीं पता कौन कहाँ है, कुछ नहीं बता रहा कोई रेस्क्यू टीम हेल्प करने को तैयार नहीं है, कोई कुछ करने को तैयार नहीं है। हम खुद परेशान है, खुद भाग दौड़ करते हैं कि कहीं हमें कुछ मिल जाए। ഇരയായവരിൽ ഭൂരിഭാഗവും ദക്ഷിണാഫ്രിക്കൻ പൗരന്മാരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പാർവതി, എന്താണ് സംഭവിച്ചത്? രാവിലെ 9:45 ഈ ഫയർഫോഴ്സ് സംഘത്തിന് ആദ്യ വിവരം കിട്ടുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ അനുമതിയില്ലാത്ത അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനകൾക്ക് കൃത്യമായ പൂർത്തീകരണമില്ലാത്ത ഹോട്ടലായിരുന്നോ ഇത്? രഞ്ജിത്ത്, രാവിലെ 8:50 തീപിടുത്തമുണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ എന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. 40 പേരാണ് അപകട സമയം ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. ഈ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. 37ഓളം പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഇവർ ചികിത്സയിലാണ്.
കൂടുതൽ പേർ കെട്ടിടത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും പോലീസും അടക്കം പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ഒരു ഇടുങ്ങിയ വഴിയിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്ക് ഫയർഫോഴ്സിനടക്കം എത്താനുള്ള സമയവും എടുത്ത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. എന്നാൽ പോലും ഈ ഹോട്ടലിലെ ഷെഫ് പറഞ്ഞതനുസരിച്ച് ഇലക്ട്രിക് സ്റ്റൗ കത്തിച്ചപ്പോഴാണ് പെട്ടെന്ന് തീ പടർന്നു പിടിച്ചതെന്നാണ് വിവരം. 10 ഫയർഫോഴ്സ് ആദ്യം എത്തി ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ചവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട്. ഇവർ ചികിത്സയ്ക്കായി ഡൽഹിയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതെന്നാണ് വിവരം. 25 റൂമുകളുള്ള ഹോട്ടലിലാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ 6 റൂം മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതി മാത്രമേ ഈ ഹോട്ടലിനുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹോട്ടലിന്റെ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചതിനാൽ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. തീപിടുത്തമുണ്ടായപ്പോൾ ആശങ്കപ്പെട്ട ആളുകൾ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുകയുണ്ടായി. പക്ഷേ നാട്ടുകാരും കച്ചവടക്കാർ അടക്കമുള്ളവർ മെത്തയടക്കം റോഡിൽ വിരിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഈ മെത്തയിലേക്കായിരുന്നു പലരും ജനലിൽ കൂടിയും മറ്റും എടുത്തു ചാടിയത്. ഈ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രിച്ചുവെങ്കിലും ഈ പരിശോധനയും മറ്റും തുടരുന്നുണ്ട്. മരണസംഖ്യയും ഇനിയും കൂടുമെന്നാണ് വിവരം. കാരണം പരിക്കേറ്റ നിരവധി പേരുടെ നില ഗുരുതരമാണ്. ശ്വാസം മുട്ടിയും പൊള്ളലേറ്റുമാണ് മരണങ്ങൾ േറെയും. പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു യുവതി സ്വയരക്ഷാർത്ഥം ഈ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ഡൽഹി സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്കായി 50,000 രൂപയുടെ ധനസഹായവും നൽകിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ചത് ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. അധികൃതർ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. 5 നില കെട്ടിടത്തിലാണ് തീ പടർന്നത്. പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അപകടത്തിൽ അനുശോചനവും അറിയിച്ചു. വലിയ അപകടമാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. സൗത്ത് ഡൽഹിയിലെ ഇടുങ്ങിയ വഴിയിലാണ് ഈ പറഞ്ഞ ലെമൺ ഗ്രീൻ ഹോട്ടൽ ഉള്ളത്. 5 സ്റ്റാർ ഹോട്ടലാണ്. എങ്കിലും ഈ ഹോട്ടലിന്റെ നിർമ്മാണത്തിലടക്കം ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപകടമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷവും കെട്ടിടത്തിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. ആരെങ്കിലും കുടുങ്ങിയോ എന്ന് പരിശോധിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും. രഞ്ജിത്ത്. അതാണ് വിവരം. വലിയ തീപിടുത്തമാണ് ദില്ലി മാളവ്യ നഗറിലുണ്ടായത്. തീ അണച്ചു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള പൗരന്മാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 37ഓളം പേരെ രക്ഷപ്പെടുത്തി. അതിസാഹസികമായിരുന്നു ഫയർഫോഴ്സിന്റെ നീക്കം എന്നിവിടം മരിച്ചതാക്കാൻ. വലിയ തീപിടുത്തവും വലിയ തോതിലുള്ള പുകച്ചുള്ളുകളും ഇപ്പോഴും പ്രദേശത്തുണ്ട്. 5 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് എന്നുകൂടി വിവരം ലഭ്യമാകുന്നുണ്ട്. ആളുകൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത്രത്തോളം പരിഭ്രാന്തി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അത്. ചട്ടം ലംഘിച്ച് ഹോട്ടലിൽ ആളുകളെ താമസിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ അനുശോചിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയുന്നില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വലിയ തോതിലുള്ള തീപിടുത്തം ഇപ്പോൾ നിയന്ത്രിക്കാനായി എങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ പരിശോധനകൾ വേണ്ടിവരും എന്ന് വേണം കരുതാൻ. അതിനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. 10ഓളം ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തി. അതിനുശേഷം കൂടുതൽ ആളുകളും എത്തി. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. यहाँ आया तो मुझे देखा कि धुआं निकल रहा है. जब हम यहाँ मौके पर आए तो हमने देखा कि इसमें फ्लोरिशियन जो ये होटल है इसमें आग लगी हुई है. इसके अपर ग्राउंड पर जो है रेस्टोरेंट था. इसके बेसमेंट में जो कमरे थे और ऊपर इसके अंदर कमरे थे. और जब हम आए तो हमने देखा कि आग जो 2nd फ्लोर तक पहुंच चुकी है. और इसके पीछे जो इसमें जो वेंटिलेशन की विंडो थी वहां से हमारे सामने जो एक लेडी जो देखने में मद्रास साइड की लगी वो 3rd फ्लोर से जो डायरेक्ट नीचे कूदी. उसके बाद 3 लोग और कूदे. उसके बाद मैंने जो फायर ब्रिगेड को कॉल की. फायर ब्रिगेड का जो यहाँ से जो स्टेशन है फायर स्टेशन जो मात्र जो 700 मीटर की दूरी पे मालवीय नगर पुलिस स्टेशन के बिल्कुल बराबर में. उसके बावजूद जो मुझे 14 बार जो कॉल करनी पड़ी और लगभग 35 से 40 मिनट जो उन लोगों ने यहाँ पर आने का टाइम लिया. और सबसे पहले हमारे बाद या ये कह लीजिए यहाँ के जो बीट ऑफिसर है दिनेश यादव वो 8:45 पर लगभग 8:45 पर वो हमारे साथ रेस्क्यू करने में लग गए थे शुरुआत से. उसके बाद धीरे धीरे यहाँ प्रशासन की जो आवाजाही जो बढ़ने लगी
और लोगों को जो रेस्क्यू करके कर निकाला जाने लगा। जो इसका जो बेसमेंट का रास्ता है उसका जो शटर है वो लॉक था, उसको जो फायर ब्रिगेड वालों ने जो तोड़कर काटकर जो निकाला, वहां से लगभग 5-6 लोग जो निकल कर आए, जिनको ये बताया गया शुरुआती उसमें कि ये लोग जो डेड हैं। और लगभग इसमें जो 40 से 50 जो लोग फंसे हुए थे, जिसमें से मैक्सिमम लोग जो मैक्स हॉस्पिटल के अंदर जो इमरजेंसी में एडमिट कराए गए। ये पूरी लाइन जो है ये होटल्स की है। यहाँ बीएनबी एक स्कीम थी जो दिल्ली गवर्नमेंट जो कॉमनवेल्थ के गेम टाइम पर लाई थी, जिसके अंदर जो 5 बेडरूम जो आप अपने बना सकते थे, शर्त बहुत सारी थी उसके अंदर। यहाँ जितने भी होटल हैं किसी के पास एग्जिट नहीं है, सिंगल इसका रास्ता था। इसी वजह से जो इसमें इतने बड़े लेवल पर जो कैजुअलिटी हुई, जिस मालिक के होटल में आग लगी है, यहाँ से 400 मीटर की दूरी पर उसका एक और होटल है ग्रीन रेजिडेंसी के नाम से, उससे आगे एक और होटल है फ्लोरिस के नाम से, एक होटल आपके बिल्कुल सामने लेमन ग्रीन इनके नाम से। आप इसका जो मेन एंट्रेंस देखेंगे लगभग 2.5 फीट चौड़ा है और इसके अंदर तकरीबन 22 कमरे हैं। तो ये जितने भी होटल यहाँ चल रहे हैं, ये ऐसा नहीं है कि प्रशासन की जानकारी में नहीं है, प्रशासन का अपना महीना बंधा हुआ है और धड़ल्ले से चल रहे हैं। आगे जितने भी होटल जो आग से बचे हुए हैं, आप चाहें तो आप वहाँ तफ्तीश कर सकते हैं, कैमरे सबके लग रहे हैं, आप निकाल सकते हैं। हर चौथे दिन 5वें दिन वहाँ जो बीट ऑफिसर्स की जो आवाजाही है, बीट ऑफिसर्स की नॉलेज में सारी चीजें यहाँ पर हैं कि धड़ल्ले से यहाँ क्या चल रहा है। इसी की बैक साइड पर अभी रिसेंटली में जो 3 प्रॉपर्टी और जो होटल बनी है, ये बराबर में मिकासा इन है, इसी के 2 होटल जो पीछे और बने हैं। तो यहाँ टोटल नॉलेज में है प्रशासन की, चाहे वो आपके जो रेवेन्यू डिपार्टमेंट हो, चाहे दिल्ली गवर्नमेंट का आपका पुलिस का डिपार्टमेंट हो, चाहे यहाँ के लोकल विधायक हो, चाहे काउंसलर हो, सबकी नॉलेज में है और धड़ल्ले से चल रहा है। और मैक्सिमम यहाँ जो मैक्स की वजह से जो यहाँ जो हेल्थ टूरिज्म की जो आवाजाही है, उसकी वजह से यहाँ लोगों को जो रूम्स की रिक्वायरमेंट रहती है, उसी की एवज में लोगों ने बना रखी है। कहा गया हम जांच कराएंगे क्योंकि इनकी फायर ब्रिगेड की लिफ्ट नहीं खुली, इनकी सीढ़ियां नहीं खुली, उसकी जांच की रिपोर्ट अब तक नहीं आई है। फिर विवेक विहार में आग लगी, वहां 9 लोग मरे, वहां पे पता चला कि फायर ब्रिगेड के अंदर पानी नहीं था, प्रेशर नहीं था, उसकी जांच कराई गई, अभी तक जांच की रिपोर्ट नहीं आई। अब ये आग लग गई जिसके अंदर अभी तक बताया गया 21 लोग मरे हैं, 21 लोग जिंदा मर गए जल के, और भी हो सकते हैं। अब क्या किया जा रहा है सरकार की तरफ से, जो लोग मरे उन्हीं पे दोष डाल दो कि यही गलत थे, हौजरानी के लोग गलत है, सरकार बिल्कुल ठीक है। अरे यार, मरने वालों के लिए थोड़ा तो तरस खाओ। सरकार को मैं कहना चाहता हूँ, ज्यादातर लोग बाहर के विदेश के लोग हैं, आप ये सोचिए कि भारत के बारे में क्या इमेज बनेगी बाहर। इलाज के लिए आए हुए, कोई पिकनिक मनाने नहीं आए हुए थे। किसी का रिश्तेदार को किडनी बदलवानी है, किसी को हार्ट का बाईपास कराना है, मजबूरी में आदमी यहाँ पे रह रहा है, कोई पिकनिक में नहीं रह रहा। अब सरकार क्या कर रही है, इन्हीं के ऊपर दोष डाल दो, यही गलत लोग थे। अरे थोड़ी शर्म करो। और अगर सरकार को बोलना तो खुद बोले ना, सूत्रों का नाम से क्यों चला रहे हैं? सूत्रों की टूल किट को बंद किया जाए, सरकार को जो പാർവതി തുടരുന്നുണ്ട്. പാർവതി, ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഈ കത്തിയ കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഭീതിയുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് തുടരുന്നത്. ഈ ഇതിൽ പ്രധാനമായും ഒരു നിയമലംഘനം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ കെട്ടിടത്തിൽ ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനും ബുദ്ധിമുട്ടുണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് പലരും കെട്ടിടത്തിന്റെ മുകളിലെ ജനലിൽ നിന്നടക്കം എടുത്ത് താഴേക്ക് ചാടുകയും ഉണ്ടായത്. ഈ വീഴ്ചയിൽ നിന്നും നാട്ടുകാർ റോഡിലടക്കം മെത്തകൾ നിരത്തിയാണ് ഈ ജനലിൽ കൂടി എടുത്തു ചാടിയ ആളുകളെ രക്ഷിച്ചത്. ഇപ്പോഴും കെട്ടിടത്തിനുള്ളിൽ പരിശോധന തുടരുകയാണ് രഞ്ജിത്ത്. ഇതാണ് സാഹചര്യം. പരിശോധന തുടരുന്നു. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിന് നിരവധി സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് നാശനഷ്ടം.
ടെർമിനൽ 1-ൽ മിസൈൽ അവശിഷ്ടം വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതോടെ കുവൈറ്റിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ഇറാനിയൻ ആക്രമണത്തെ കുവൈറ്റ് സൈന്യം അപലപിച്ചിട്ടുണ്ട്. സാഹചര്യം വഷളായതോടെ മേഖലയിലെ 6 രാജ്യങ്ങളോട് സംസാരിച്ച് ഇറാനിയൻ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നു. ഒപ്പം ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട കുവൈറ്റ് വിമാനം എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഇന്നലെയും കുവൈറ്റിലും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായിരുന്നു. അത് മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. രഞ്ജിത്ത്, യുദ്ധം 96-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിസ്സംശയം പറയാനാകും. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ലേക്കാണ് നിലവിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള ആ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ടെർമിനൽ എന്ന് പറയുമ്പോൾ ഈ കുവൈറ്റിലെ എയർപോർട്ടിന്റെ 1ാമത്തെ ടെർമിനൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീണ്ടും റീഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാനിയൻ ആക്രമണം നടന്ന് ഈ ടെർമിനൽ നാമാവശേഷമായിരുന്നു. അതിനുശേഷം വീണ്ടും റീകൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ ഈ തിങ്കളാഴ്ച അത് വീണ്ടും റീഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളൊക്കെ ഈ ടെർമിനലിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിച്ചിരുന്നു. യാത്രക്കാരും അതുപോലെ വിമാനത്താവളത്തിലെ ജീവനക്കാരുമടക്കം നിരവധി ആളുകൾ ഈ ടെർമിനലിലുണ്ടായിരുന്നു. ആ സമയമാണ് ഇറാന്റെ മിസൈൽ അവശിഷ്ടം ഈ ടെർമിനലിലേക്ക് വന്നു വീണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്കാണ് പരിക്കേറ്റത് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ വരെ പലർക്കും ഏറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതോടെ കുവൈറ്റിലുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചില വിമാനങ്ങൾ കുവൈറ്റിലേക്ക് ഇറങ്ങാനിരുന്ന ചില വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികളടക്കം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കാലിക്കറ്റ് കുവൈറ്റ് വിമാനം നിലവിൽ വഴിതിരിച്ചു വിട്ടു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇത്തരത്തിൽ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. എന്തായാലും ഒരു ശക്തമായിട്ടുള്ള ആക്രമണം കുവൈറ്റിലേക്ക് നടന്നതിനെ കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ക്രിമിനൽ ഇറാനിയൻ അഗ്രഷൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ അവരുടെ അപലപിച്ചുകൊണ്ട് കുറിപ്പിറക്കിയിട്ടുള്ളത്. ബഹ്റൈനിലേക്കും സമാനമായിട്ടുള്ള രീതിയിൽ 3 മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇതിനെയും അപലപിച്ചുകൊണ്ട് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ പരമാധികാരം സംരക്ഷിക്കാൻ ബഹ്റൈന് വേണമെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതായത് ആക്രമണം തുടർന്നാൽ വേണമെങ്കിൽ ഒരു തിരിച്ചടി നൽകും എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ ബഹ്റൈന് നൽകുന്നുണ്ട്. ഈ സാഹചര്യം വഷളായതോടെ ഇറാൻ ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലുള്ള 6 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയാണ് ഈ 6 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫ്രാൻസ്, തുർക്കി, ഖത്തർ, ഈജിപ്ത്, പാകിസ്ഥാൻ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടാണ് നിലവിൽ അബ്ബാസ് അരക്ചി സംസാരിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവർ സംസാരിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. IRGC ഈ ആക്രമണത്തിന് പിന്നാലെ അവരുടെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. IRGC അവകാശപ്പെടുന്നത് ഈ ആക്രമണങ്ങൾ അത് US സൈന്യത്തിന് നൽകുന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇത് ഒരു പാഠമായി US സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇനിയും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകും എന്നാണ് IRGC പറയുന്നത്. IRGC ആക്രമണങ്ങളുടെ വിശദീകരണമായി പറയുന്നത് ഇന്ന് രാവിലെ ഇറാന്റെ ഒരു എണ്ണക്കപ്പലിന് നേരെ US-ന്റെ ആക്രമണം നടന്നു. ഈ ആക്രമണത്തിന്റെ തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് US-ന്റെ ചില കപ്പലുകളിലേക്കും ആക്രമണം നടത്തിയതെന്നാണ് IRGC പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ കാര്യം ഏറെക്കുറെ ശരിയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ കുറച്ച് മുൻപേ തന്നെ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെ US-ന്റെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ഇറാന്റെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ അവരുടെ എക്സ് അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു. തങ്ങളുടെ ഈ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കപ്പലിന് നേരെയായിരുന്നു ഈ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുവൈറ്റിൽ ആക്രമണം സംഭവിക്കുന്നു. എയർ ഇന്ത്യ വിമാനമടക്കം തിരിച്ചുവിടുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്.
കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിൽ. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട MLA ഹൃദപ്രത ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തനിക്ക് 59 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടു. മമതാ ബാനർജി ഇന്നലെ വിളിച്ച യോഗത്തിൽ 80 MLA-മാരിൽ 8 പേർ മാത്രമാണ് പങ്കെടുത്തത്. ലോക്സഭയിലും രാജ്യസഭയിലുമായുള്ള 42 MP-മാരിൽ 6 പേർ മാത്രം പങ്കെടുത്തു. ഇതിനിടെ ഇന്ത്യ മുന്നണിയിൽ സജീവമാകാൻ തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഈ മാസം 8-ന് ചേരുന്ന മുന്നണി യോഗത്തിൽ മമതയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. കിരൺ, മമതാ ബാനർജിയുടെ പാർട്ടി പിളരുകയാണ്, സംശയമില്ല. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതെന്തോ അത് ബംഗാളിൽ ആവർത്തിക്കുകയാണോ? വിളിച്ച യോഗത്തിൽ ഭൂരിപക്ഷ MLA-മാരും പങ്കെടുത്തില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. 59 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ട് ഇപ്പോൾ ഹൃദപ്രത ബാനർജി മനസ്സിലാക്കേണ്ടത് സ്പീക്കർക്കടക്കം കത്ത് നൽകി എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കമായി കൂടി മാറുകയാണ്. കിരൺ ബാബു, തുടരാം. രഞ്ജിത്തെ, ആ മട്ടിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ഒരു വലിയ പിളർപ്പിലേക്കെന്നല്ല, യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്സായി ഈ വിമത MLA-മാരും MP-മാരും ചേരുന്ന പാർട്ടി മാറുന്ന എന്ന തരത്തിലേക്ക് നീങ്ങുന്നെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ BJP ശിവസേനയെ പിളർത്തി ശിവസേനയിലെ വിമത പക്ഷത്തെ യഥാർത്ഥ ശിവസേനയാക്കി പാർട്ടി കൊടിയും ചിഹ്നവും പാർട്ടി ഓഫീസ് അടക്കം ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത്, ആ മട്ടിലേക്കാണ് വാങ്ങുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 80 MLA-മാരാണ് നിലവിലുള്ളത്. രാജ്യസഭയിലും ലോക്സഭയിലുമായി 42 MP-മാരാണ് ഉള്ളത്. ഇന്നലെ മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ 80 MLA-മാരിൽ 8 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത്. 42 MP-മാരിൽ 6 MP-മാർ മാത്രമാണ് പങ്കെടുത്തത്. ബാക്കി ആരും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം വിമത പ്രവർത്തനത്തിന്റെ പേരിൽ വ്യാജ ഒപ്പ് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്താക്കിയ ഹൃദപ്രത ബാനർജിയെ MLA ആണ്. ഹൃദപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഹൃദപ്രത ബാനർജിക്ക് 59 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ അവകാശപ്പെട്ടത്. 59 MLA-മാരുടെ കത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അവരുടെ ഒപ്പോടുകൂടിയ കത്ത് സ്പീക്കർക്ക് കൈമാറും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചില MLA-മാരൊക്കെ ഈ തരത്തിലേക്കുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഈ ഇത്രയേറെ MLA-മാർ 80 MLA-മാരിൽ 59 പേരുടെ പിന്തുണ ഹൃദപ്രത അവകാശപ്പെടുന്നത് പോലെ അവർക്കാണ് എന്നുണ്ടെങ്കിൽ മമതാ ബാനർജിയും കൂട്ടരും അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റുള്ളവർ ഈ പാർട്ടി യഥാർത്ഥ പാർട്ടിക്കാരായി മാറുകയും ചെയ്യും. അത്തരമൊരു തർക്കത്തിലേക്ക് പോയാൽ മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് രൂപം നൽകിയ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടി അടക്കം മമതാ ബാനർജിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ താക്കറയ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സ്വന്തം പാർട്ടി നഷ്ടപ്പെട്ടു പോയി പുതിയൊരു പാർട്ടി രൂപീകരിക്കേണ്ടി വന്ന അവസ്ഥ വന്നത്, ആ മട്ടിലേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. BJP മമതാ ബാനർജിയുടെ പാർട്ടിയെ പൂർണ്ണമായും തകർത്ത് ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള നീക്കം അതിശക്തമായി നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി നേരത്തെ ഇന്ത്യ ബ്ലോക്കുമായി യോജിക്കും അകന്നുമൊക്കെ നിന്നിരുന്ന, പലപ്പോഴും വലിയ അടുപ്പം സൂക്ഷിക്കാതെ നിന്നിരുന്ന മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സഹായം തേടിയിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മമതാ ബാനർജിക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി നടക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിലടക്കം പങ്കെടുക്കുമെന്ന് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ അഭിഷേക് ബാനർജി അല്ലാതെ മമതാ ബാനർജി പങ്കെടുക്കുന്ന പതിവില്ലായിരുന്നു. ഇക്കുറി അതിനുകൂടി അവർ തയ്യാറാകുന്നു. കാരണം മമതാ ബാനർജി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അവർ സജീവമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ കർണാടകയിൽ മുഖ്യമന്ത്രിയായ DK ശിവകുമാർ വൈകിട്ട് 4:05-ന് സത്യപ്രതിജ്ഞ ചെയ്യും. അവസാന മണിക്കൂറിലും ഉപമുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും പൂർണ്ണ പട്ടിക പുറത്തു വന്നിട്ടില്ല. സ്ഥാനമേറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വീട്ടിലെത്തി നിയുക്ത മുഖ്യമന്ത്രി ശിവകുമാർ കണ്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ VD സതീശൻ, രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കിരൺ, മന്ത്രിമാരെ നിശ്ചയിക്കണം. എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയം വേണം. അതൊക്കെ എപ്പോഴേക്കുണ്ടാകും? രഞ്ജിത്ത്, ആ കാര്യത്തിലൊക്കെ തീരുമാനം വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം 14 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലിസ്റ്റ് ഈ അവസാന നിമിഷത്തിലാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് വൈകുന്നേരം 4:05-നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലോക് ഭവനിൽ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ താവർചന്ദ് ഗെലോട്ടാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അവിടെ ഗ്ലാസ് ഹൗസിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിയായി G. പരമേശ്വരയും സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം
മറ്റ് 12 പേർ മന്ത്രിമാർ കൂടിയാവും. KH മുനിയപ്പ, KJ ജോർജ്, MB പാട്ടീൽ, രാമലിംഗ റെഡ്ഡി, സതീഷ് ജാരകിഹോളി, കൃഷ്ണ ബൈരഗൌഡ, പ്രിയങ്ക് ഖാർഗെ, ഈശ്വർ ചന്ദ്രെ, യതീന്ദ്ര സിദ്ധരാമയ്യ, ഭൈരതി സുരേഷ്, ചരൺ പ്രകാശ് പാട്ടീൽ ഇത്രയും പേരാണ് മന്ത്രിമാരാവുന്നത്. മലയാളികളായ KJ ജോർജും UT ഖാദറും മന്ത്രിമാരാവുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷവും കൗതുകവും ഒക്കെ നിറഞ്ഞ വാർത്തയാണ്. എന്തായാലും കർണാടകയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2.5 വർഷം വീതമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും ഉണ്ടായിരുന്ന ധാരണയെന്നാണ് അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ 2.5 വർഷത്തിന് ശേഷം അത്തരമൊരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഭരണമാറ്റത്തിന് സിദ്ധരാമയ്യ സമ്മതിച്ചത്. ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സമ്മതിച്ച് അദ്ദേഹം രാജിക്കത്ത് നൽകി. ഇന്ന് വൈകുന്നേരം 4:05 നടക്കുന്ന ചടങ്ങിൽ DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. കേരള മുഖ്യമന്ത്രി VD സതീശൻ അടക്കം രേവന്ത് റെഡ്ഡി അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യം കർണാടകയിലും അധികാരമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നവകേരള യാത്രയ്ക്കിടെ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ശരണ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശരണ്യ, ഇന്നലെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്ന് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന തരത്തിൽ ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് ശക്തമായ വാദമാണ് ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് കോടതിയിൽ ഉണ്ടായത്. തുടക്കഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കോടതി ഉയർത്തി. അതിൽ പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ പല റിപ്പോർട്ടുകളുമാണ്. അതായത് വാദികൾ നൽകിയ മൊഴി, ആ മൊഴിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന തരത്തിൽ അല്ലെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കത്തക്ക തരത്തിലുള്ള പരാമർശങ്ങൾ, ആഴത്തിലുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ മൊഴിയായി നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT നൽകിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളും ഉയർന്നു. അതായത് ഇവർ ഗൺമാന്മാർ മർദ്ദിച്ച ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് വൈകിട്ടാണ്. പക്ഷെ രാവിലെ തന്നെ റിപ്പോർട്ട് നൽകി. ആയുധം പരിശോധിക്കാതെ എങ്ങനെയാണ് വധശ്രമത്തിന് രാവിലെ തന്നെ റിപ്പോർട്ട്, വകുപ്പുകൾ ചുമത്തിയുള്ള റിപ്പോർട്ട് നൽകാനാകും എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം തന്നെ പ്രതിഭാഗം വാദിച്ചത് മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വാഹനത്തിന് മുന്നിലേക്ക് ഈ പ്രവർത്തകർ ചാടി വീണ് വാഹനം തടയാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഹാജരാക്കിയ ദൃശ്യങ്ങൾ പൂർണ്ണമല്ല, അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. തുടക്ക ഭാഗങ്ങൾ നീക്കം ചെയ്തെന്നടക്കമുള്ള വാദമായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിൽ സെഷൻസ് ജഡ്ജായ ഹണിയും വർഗീസ് ചില ചോദ്യങ്ങൾ ഉയർത്തി. അതായത് അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ജനറൽ ആശുപത്രിയിൽ നിന്നും ഗുരുതര പരിക്കാണെങ്കിൽ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെട്ടില്ല എന്നുള്ള ചോദ്യം വന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അന്ന് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതല്ല മെഡിക്കൽ റിപ്പോർട്ട്. അങ്ങനെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ ഡോക്ടറുടെ പിഴവാണോ എങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണ്ടേ എന്നുള്ള ചോദ്യം ഉയർന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വൈകാരികമായി തന്നെ വാദിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് P. റോയി വാദിച്ചു. കാരണം ഇത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അത്ര ആ രീതിയിലാണ് ഈ ചെറുപ്പക്കാർ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി ശരണ്യ, ഏതായാലും അല്പസമയത്തിനകം കോടതിയുടെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നെടുമങ്ങാട്ട് 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് 3 ആഴ്ച മുൻപ് മുതൽ തുടർച്ചയായ ശാരീരിക പീഡനമേറ്റിരുന്നതായി പോലീസ് കണ്ടെത്തി. ശരീരത്തിൽ ഉണ്ടായിരുന്നത് 50ഓളം മാരക മുറിവുകളാണ്. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കി. തലയോട്ടിക്കുള്ളിൽ പലയിടത്തായി നീർക്കെട്ടുണ്ടായതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൃത്യത്തിൽ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ തനിച്ചാണോ പങ്കാളിയായതെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ ക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ്. ബാഹ്യ ശരീരത്തിൽ മാത്രം ഏതാണ്ട് 52 മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ഫോറൻസിക് സംഘം നൽകിയിരിക്കുന്ന സൂചനകൾ. ശേഷിക്കുന്നവ
6 വാരിയലുകൾ പൂർണ്ണമായി തകർന്നതുൾപ്പെടെയുള്ള ആന്തരിക മുറിവുകളാണ്. തലച്ചോറിൽ മാത്രം, തലയൊട്ടിക്ക് അകത്ത് മാത്രം 5 ഇടത്ത് ക്ഷതമേറ്റിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്നതിന് കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തുന്നത്. അതിന് 3 ആഴ്ച മുമ്പ് മുതൽ തന്നെ ക്രൂരമായ മർദ്ദനങ്ങൾ അഷ്കറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുഞ്ഞിന് നേരിടേണ്ടി വന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മുറിവുകളാണ് ദേഹപരിശോധനയ്ക്കിടെ പോലീസും ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ സംഭവങ്ങൾക്ക് എല്ലാം മൗനാനുവാദം നൽകി ഈ കുഞ്ഞിൻ്റെ അമ്മയായ അഖിലയും അഷ്കറിനെ പിന്തുണച്ചു എന്ന കാര്യം തന്നെയാണ്. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം അഖില ബോധപൂർവം ഒരു ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കാനായി കേരളത്തിന് പുറത്തേക്ക് പോയതാണോ എന്ന കാര്യത്തെക്കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ കേസിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് കൂടി ചുമത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ അന്വേഷണം നടത്തേണ്ടത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ നെടുമങ്ങാട് DYSPയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇനി നടക്കുക. എന്തായാലും ഈ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നീതി സംവിധാനം വാങ്ങിക്കൊടുക്കുന്നതുവരെ തങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം അതിനുവേണ്ടി ചെയ്യുമെന്ന് ന്യൂസ് 18നോട് ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ സുനിൽകുമാർ പ്രതികരിച്ചു. 2 മക്കൾ മരണപ്പെട്ടു. പിന്നെ ജീവിതത്തിൽ പിന്നെ ഒരു ആശയം ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ കുഞ്ഞെങ്കിലും നമുക്കുണ്ട്. അവന് വേണ്ടി അങ്ങനെ ഒരു ആശയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അപ്പം അത് ആ പ്രതീക്ഷയും കെട്ടടങ്ങി. ഇനിയുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊല്ലാനുള്ള ഒരു വിധിയെ കാത്താണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഈ ഡാൻസ് ടീച്ചറെ അടക്കം വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം നെടുമങ്ങാട് SIയുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പിന്നീട് ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഇതിൽ ചുമത്തുന്ന ഒരു സാഹചര്യത്തിലാണ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിലൂടെ ഈ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിന് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്ന് പോലീസ്. അക്ബറിനെതിരെ പോക്സോ കേസ് നിലവിലുണ്ട്. അക്ബറിന്റെ ഹോട്ടലിലും പോലീസ് പരിശോധന നടത്തി. ഹോട്ടൽ നടത്തിപ്പിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. അക്ബറാണ് പെൺകുട്ടികളെ ആക്രമിച്ചത്. കലൂരിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി അക്ബറിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അതേസമയം അക്ബർ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അക്ബറിന് ലഹരി മാഫിയുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അക്ബറിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അക്ബറിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഒരു ലോഡ്ജ് നടത്തിപ്പുകാരനാണ് അക്ബർ. അതുമായി ബന്ധപ്പെട്ടൊരു ഹോട്ടലും അക്ബർ നടത്തി വരുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഹോട്ടലിലെ ജീവനക്കാരാണ് പിടിയിലായിട്ടുള്ള അരുണും സാബിത്തും അതുപോലെ മലപ്പുറം സ്വദേശിയായ ആൽവിനും. ഈ 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ പിടിയിലായിട്ടുള്ളത്. 8 അംഗ സംഘമാണ്, അതായത് 2 പെൺകുട്ടികൾ അടക്കമുള്ള സംഘമാണ് ഈ പെൺകുട്ടികളെ ആക്രമിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടാകുന്നത്. പെൺകുട്ടികൾ ജോലി കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്ന പെൺകുട്ടികൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ചായ കുടിക്കാൻ കയറിയതായിരുന്നു. ആ സമയത്ത് ഈ സംഘം അശ്ലീല ചുവയോട് സംസാരിക്കുകയും അത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിക്കവേ മൊബൈൽ ഫോൺ വാങ്ങിച്ച് ചെയ്തു. നിലത്ത് വീണ മൊബൈൽ എടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് നിലത്തൂടെ ഇഴയ്ക്കുകയും അതുപോലെ നെഞ്ചിൽ ചവിട്ടുകയും നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഗുരുതരമായിട്ടാണ് പെൺകുട്ടി ആക്രമണത്തിന് ഇരയായത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലെത്തിയ പോലീസുകാരൻ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെപ്പറ്റിയും പുലർച്ചെ പുറത്തിറങ്ങിയതിനെ പറ്റിയുമൊക്കെ ആരോപിച്ചു, മോശമായി സംസാരിച്ചു എന്നുള്ള ആരോപണവും പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം DCP വ്യക്തമാക്കിയത്. എന്തായാലും അക്ബറിനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മുഖ്യപ്രതി അക്ബറിനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. 1 മാസത്തിനകം മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു കേസ്. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ
മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ്. അതിന് സംസ്ഥാനത്ത് തന്നെയാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ പ്രൊസീഡിങ്സ് നടക്കേണ്ടത്. അതിൻ്റെ അധികാരപരിധിയിലുള്ള കോടതിയിലേക്ക് തന്നെ ഫർമാൻ പോകണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശം. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫർമാന് തിരിച്ചടിയാകുന്ന ഒരു വിധിയാണ്. പ്രത്യേകിച്ച് മധ്യപ്രദേശ് പോലീസ് ഈ വൈറൽ താരത്തെ മുഹമ്മദ് ഫർമാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പെൺകുട്ടിയുടെ പിതാവിൻ്റെ പരാതി, അതുമാത്രമല്ല ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാതെയാണ് ഫർമാൻ വിവാഹം കഴിച്ചത് തുടങ്ങിയ പരാതികളൊക്കെയാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ കൈവശമുള്ളത്. ആ പരാതികൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യവുമായി ഫർമാൻ കോടതിയിലെത്തുന്നതും. അതേസമയം തന്നെ ഫർമാന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി പോയിരിക്കുന്നത്. 1 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. 1 മാസം ഫർമാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാര പരിധിയിൽ വരുന്ന കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിന് മറ്റ് പ്രൊസീഡിങ്സിനൊക്കെ ഫർമാന് സമയം നൽകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോടതി അത്തരത്തിലൊരു ഇളവ് നൽകിയിരിക്കുന്നത്. എന്തായാലും 1 മാസത്തേക്ക് ഫർമാന്റെ അറസ്റ്റ് നടക്കില്ല. പക്ഷേ ഈ 1 മാസം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഫർമാന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള 2 കേസുകൾ, അതായത് ഒന്ന് പോക്സോ കേസാണ്, മറ്റൊന്ന് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസാണ്. ഈ 2 കേസ് ഫർമാന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സാഹചര്യമുണ്ട്. അതേസമയം ഈ വൈറൽ താരം താൻ പ്രായപൂർത്തിയായ ആളാണ്, തൻ്റെ വീട്ടുകാരാണ് വ്യാജരേഖ ചമച്ചത്. ഇത് തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഈ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ആരോപിക്കുന്ന ഒരു തരത്തിലേക്ക്, അതിനെ അസാധൂകരിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചത്. ആ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് നടക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുമാത്രമല്ല ഇത്തരത്തിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കവും അതുപോലെ മുഹമ്മദ് ഫർമാൻ ഈ വൈറൽ താരത്തെ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നുള്ള പരാതിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇവരുടെ വിവാഹം കേരളത്തിൽ നടത്തിക്കൊടുത്തതും അതിന് കോർഡിനേഷൻ നടത്തിയിട്ടുള്ള ആളുകൾക്കും ഇതൊരു പക്ഷേ പ്രശ്നമായേക്കുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതം. ആക്രമണത്തിനിരയായവരുടെ മൊഴി SIT കൊച്ചിയിലെത്തി രേഖപ്പെടുത്തി. ആക്രമണം ആസൂത്രിതമെന്നും ഗൂഢാലോചനയുണ്ടെന്നുമാണ് ED ഉദ്യോഗസ്ഥന്റെ മൊഴി. കേസിലെ പ്രതികളുടെ ഫോൺ രേഖയും SIT പരിശോധിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഓഫീസർമാരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാരെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ED ഉദ്യോഗസ്ഥരുടെ ആ സമയത്ത് ആക്രമണത്തിനിരയായ ED ഉദ്യോഗസ്ഥരുടെ മൊഴി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയാണ് അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അക്രമം ആസൂത്രിതമായിരുന്നുവെന്ന് തന്നെയാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായത്. അതിൽ കൃത്യമായ ഒരു ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥരുടെ മൊഴിയുള്ളത്. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ED ഉദ്യോഗസ്ഥർ തന്നെയും ഇതിൽ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ EDയുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം എന്ന് പറയുന്നത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേരുക എന്ന രീതിയിലേക്കടക്കം ED മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പറയുന്നത് ഇത് കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. അതിൽ അവിടെ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, സമരത്തിനെത്തിയവർ മാത്രമല്ല, പ്രതിഷേധത്തിനെത്തിയവർ മാത്രമല്ല, അതിൽ നേതാക്കന്മാരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവർ കേസിൽ കക്ഷി ചേരാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൽ കേസിൽ കക്ഷി ചേരുന്നതോടെ അത് കുറച്ചുകൂടി ഗുരുതരമായ സ്വഭാവത്തിലേക്കടക്കം ഈ കേസ് മാറുകയും ചെയ്യും. ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഫോണുകളടക്കം, പ്രതികളുടേതടക്കമുള്ള ഫോണുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവർ ഏതെങ്കിലും രീതിയിൽ നേതാക്കന്മാരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട്, ഇത്തരമൊരു അക്രമ സംഭവങ്ങൾ ആ ഒരു സമയത്ത് ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നേതാക്കന്മാരെ അടക്കം ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളിലേക്ക് വരും. അവിടെ മുൻ മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ അന്വേഷണം വലിയ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കടക്കം നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ED ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിനിരയായ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരുന്നതടക്കമുള്ള നീക്കങ്ങളുമായി EDയും മുന്നോട്ട് പോവുകയാണ്. പിലാത്തറയിൽ കുടുംബം സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18.
അക്രമി സംഘം മഹാരാഷ്ട്ര സ്വദേശികളുടെ കാറിനൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിന് പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കണ്ണൂരും മലപ്പുറവും കേന്ദ്രീകരിച്ചുള്ള സംഘത്തെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടയിൽ കാറിൽ നിന്നും 1/2 കോടിയിലധികം രൂപ കവർച്ച നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തൃക്കാക്കര പോലീസിനെ ആക്രമിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചി സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ERSS കോളിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസുകാരെയാണ് 5 അംഗ സംഘം തടഞ്ഞുവെച്ച് ആക്രമിച്ചത്. ആക്രമണത്തിൽ തൃക്കാക്കര ഈസ്റ്റ് ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാറിന് പരിക്കേറ്റു. കൈക്ക് പൊട്ടലുണ്ട്. മരോട്ടിച്ചുവട് ബിസ്മി ഗാർഡൻസിൽ താമസിക്കുന്ന പ്രതികൾ മദ്യപിച്ച് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള പരാതി അന്വേഷിക്കാനായാണ് പോലീസ് അവിടെ എത്തിയത്. പ്രതികൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പരോൾ വ്യവസ്ഥ ലംഘിച്ച് പ്രതിയുടെ റീൽസ് ചിത്രീകരണം. കേസിലെ 7ാം പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽസ് പങ്കുവച്ചത്. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്ന പരോൾ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് റീൽസ്. മലപ്പുറം പുൽപ്പറ്റയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത അതിൽ CPM പ്രതിഷേധം. പുൽപ്പറ്റ സഹകരണ ബാങ്കിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. പ്രതിഷേധ പോലീസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പുൽപ്പറ്റയിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആളുകളെ വിളിച്ചു വരുത്തി സഹകരണ ബാങ്ക് ജീവനക്കാരൻ പെൻഷൻ വിതരണം ചെയ്തു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചൊല്ലി വിവാദം. ശരത്ചന്ദ്രൻ എന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക് BJP ബന്ധമെന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ആരോപണം. മണ്ഡലം കമ്മിറ്റി മന്ത്രിക്ക് പരാതി നൽകി. KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ശരത്ചന്ദ്രനെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ആരോപണം. വന്ദേമാതരം ആലപിക്കുന്നത് മതവർഗീയ പ്രശ്നമല്ല, പക്ഷേ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് PA മുഹമ്മദ് റിയാസ്. ആദ്യ ഈരടികൾക്ക് ആരും എതിരല്ല. പൂർണ്ണമായും ആലപിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യക്ക് യോജിക്കുന്നതല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആദ്യ 2 ഈരടികളല്ലാത്ത 4 ഈരടികൾ. നിയമസഭയിൽ BJP നിയമസഭാകക്ഷി നേതാവിന്റെ ഇരിപ്പിടത്തിൽ മാറ്റം. പ്രതിപക്ഷ നിരയിൽ 4ാം സീറ്റായിരുന്നു BB ഗോപകുമാറിന്. ഇത് 5ാം നിരയിലേക്ക് മാറ്റി. LDF കക്ഷി നേതാക്കൾക്ക് ശേഷമാണ് പുതിയ ഇരിപ്പിടം. പ്രതിപക്ഷ നേതാവ് KN ബാലഗോപാൽ, K രാജൻ, PK പ്രവീൺ എന്നിവർക്ക് ശേഷമാണ് സീറ്റ്. നിയമസഭാ അംഗങ്ങൾക്ക് സ്വഭാവചട്ടം പരിശീലിപ്പിക്കാൻ സ്പീക്കർ. ഈ മാസം 17-നാണ് പരിശീലന പരിപാടി. സഭാമര്യാദ എല്ലാവരും പാലിക്കണം എന്നാണ് നിർദ്ദേശം. ഇന്നലെ തുടക്കമായതിനാൽ പലരും സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടുവെന്നും ചെയറിന് മുഖം മറച്ച് നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തുവെന്നും സ്പീക്കർ പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരന്മാർ പാലിക്കുന്ന രീതി 71 പുതിയ അംഗങ്ങളും മാതൃകയാക്കണം. പരിശീലനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. തവനൂർ മുൻ MLAയും മുൻമന്ത്രിയുമായ KT ജലീലിന് CPM അംഗത്വം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ജലീൽ ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ പാർട്ടിയുടെ സഹയാത്രികനായാണ് ജലീൽ പ്രവർത്തിച്ചിരുന്നത്. തൻ്റെ പൊതുജീവിതത്തിൽ വലിയ പിന്തുണയും കരുത്തും നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് ജലീൽ കുറിപ്പിൽ പറഞ്ഞു. സഹയാത്രികനായി ഇരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും നയിച്ച സംസ്ഥാന ജാഥകളിൽ അംഗമാക്കിയത് പാർട്ടി തന്നിലർപ്പിച്ച വിശ്വാസത്തിന് തെളിവാണെന്നും ജലീൽ പറയുന്നു. CPMനെതിരെ TK ഗോവിന്ദൻ. അന്ധത ബാധിച്ച നേതൃത്വമായിരുന്നു CPMന്. യഥാർത്ഥ പരാജയ കാരണമാണോ CPM ചർച്ച ചെയ്യുന്നത്? നേതാക്കളുടെ സമീപനത്തിനെതിരെയാണ് ജനം വോട്ട് ചെയ്തത്. കഴിഞ്ഞ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പരാജയമുണ്ടായി? പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ല. അടിസ്ഥാന വർഗത്തെ മറന്നതിൻ്റെ ഫലമാണിതെന്നും TK ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. ഇന്ന് എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും ഉണ്ട്. ലോകത്തിന് നെറുകയിൽ വീണ്ടും ഒരു മലയാളി തിളക്കം. പ്രതികൂല കാലാവസ്ഥയോടും കഠിനപാതകളോടും പൊരുതി ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയിരിക്കുകയാണ് മലയാളി വനിത സുഹറ സിറാജ്. കുന്നും മലയും കയറി തുടങ്ങിയ ആഗ്രഹം ഒടുവിൽ എവറസ്റ്റിന്റെ നെറുകയിൽ എത്തിച്ചേർന്ന സുഹറയുടെ വിജയഗാഥ കാണാം. ജയരാജ് ബത്തേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എവറസ്റ്റ് കീഴടക്കി കേരളത്തിന് തന്നെ അഭിമാനമായിരിക്കുകയാണ് ഒരു വയനാട്ടുകാരി. വയനാട് പനമരം സ്വദേശിനി സുഹറ സിറാജാണ് ഈ നേട്ടം കൈവരിച്ച വനിത.
കേരളത്തിലെ വനിതകളിൽ എവറസ്റ്റ് കീഴടക്കിയ 3ാം സ്ഥാനക്കാരി എന്ന നേട്ടം കൂടിയാണ് സുഹറ നേടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് സുഹറയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മഞ്ചേരിയുടെ മകൾ ഇനി ലോകത്തിന്റെ നെറുകയിൽ തൊട്ട ധീര വനിത. 1 മാസത്തിലധികം നീണ്ട കഠിനമായ ശ്രമങ്ങൾക്കൊടുവിലാണ് സുഹറ സിറാജ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ മലയാളി വനിതയാണ് സുഹറ. ജന്മം കൊണ്ട് മഞ്ചേരിക്കാരിയാണെങ്കിലും പർവ്വതങ്ങളോടുള്ള സുഹറയുടെ പ്രണയം തുടങ്ങുന്നത് വയനാടിന്റെ മണ്ണിൽ നിന്നാണ്. വയനാട് പനമരം സ്വദേശിയായ സിറാജുമായുള്ള വിവാഹത്തിന് ശേഷം കഴിഞ്ഞ 16 വർഷമായി വയനാടിന്റെ മരുമകളാണ് സുഹറ. ഭർത്താവിന്റെ നാടായ വയനാട്ടിലെ മലനിരകൾ കയറിയായിരുന്നു ഈ 40-കാരിയുടെ തുടക്കം. കഴിഞ്ഞ സീസണിൽ ലക്ഷ്യത്തിന് തൊട്ടരികിൽ വെച്ച് മോശം കാലാവസ്ഥ വില്ലനായപ്പോൾ സുഹറയ്ക്ക് തിരികെ ഇറങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ആ പരാജയത്തിൽ തളരാതെ ഇത്തവണ ഗുംബു ഹിമനദിയിലെ തടസ്സങ്ങളെയും കഠിനമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് സുഹറ ലക്ഷ്യം കണ്ടു. ബാംഗ്ലൂരിൽ എഞ്ചിനീയറായ ഭർത്താവ് സിറാജിന്റെയും മക്കളായ എമിറിന്റെയും എഹബിന്റെയും പൂർണ്ണ പിന്തുണയാണ് ഈ യാത്രയ്ക്ക് കരുത്തായതെന്ന് സുഹറ പറയുന്നു. ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ശേഷമാണ് ആ ഒരു എവറസ്റ്റിന്റെ ടോപ്പിലെത്തുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് ഗോഡ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഫാമിലി അതെങ്ങനെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് കണ്ടതാണ്. അപ്പോൾ എസ്പെഷ്യലി കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അതെല്ലാമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇവിടുന്നാണ് എൻ്റെ ട്രെക്കിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് മുട്ടിൽമല, അതുപോലെ ചിറപ്പുല്ല്, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കുന്നുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് പിന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് മാറുന്നതും പിന്നെ ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പം ഒരുപാട് ഒരു ലോങ് ജേർണിയാണ്. 2017 തുടങ്ങിയ ഒരു ജേർണിയാണ് ഇവിടെ എത്തിയത്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ചിലവിട്ടായിരുന്നു ഈ എവറസ്റ്റ് പര്യവേഷണം. സഫ്രീന ലത്തീഫ്, ശ്രീഷ രവീന്ദ്രൻ എന്നിവർക്ക് ശേഷം എവറസ്റ്റ് കീഴടക്കുന്ന 3ാമത്തെ മലയാളി എന്ന പെരുമയോടെ വയനാടിന്റെ ഈ പ്രിയ മരുമകൾ ഇപ്പോൾ മലയാളിക്ക് ഒട്ടാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,320, പവന് 1,14,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,830, പവന് 94,640. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.